എൻ്റെ പേര് ആഷ്ന ജിബി. ഞാൻ വരുന്നത് എറണാകുളം മങ്കുഴി ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് മാർച്ച് 4, 2025 ഞാൻ ഉടമ്പടീനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയണത് എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ +2 കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു. ഞാൻ ലാംഗ്വേജ് പഠിച്ചത് ഹോസ്റ്റലിൽ നിന്നിട്ടാണ്. അവിടെ നിന്ന് എൻ്റെ റൂംമേറ്റ് വഴിയാണ്. റൂംമേറ്റും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് കുറേ അനുഗ്രഹങ്ങൾ കിട്ടി. അപ്പോൾ അത് കണ്ട് അറിഞ്ഞ് അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് എല്ലാവർക്കും അറിയാം, നല്ല പാടാണ്. അപ്പം ഇത് കിട്ടാനും ഭയങ്കര പാടാണ്. അപ്പം നമ്മളെയും കൊണ്ട് ഒറ്റയ്ക്ക് എന്തായാലും പറ്റില്ല. അപ്പം എന്തായാലും നീ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ആൾ ഒരു ഡെയിലി ബ്രെഡ് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടി ഞാൻ ഡെയിലി ബ്രെഡ് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് മാതാവ് നീയും കൂടെ ഉടമ്പടി എടുക്കണമെന്ന് പറയണ പോലെ എനിക്ക് തോന്നി. അപ്പം നീ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. പിന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ജനുവരി മാസത്തിൽ B1 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടും ഇങ്ങനെ പ്രാർത്ഥന എനിക്കും തന്നു. അങ്ങനെ ഞാൻ പ്രെയർ ചൊല്ലി തുടങ്ങി. പിന്നെ ഞാൻ പഠിക്കുമ്പോഴൊക്കെ ഈ പ്രെയർ ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ജനുവരിയിൽ ഞാൻ തിരുവനന്തപുരത്ത് B1 ഗോയിറ്റയിൽ എക്സാം എഴുതാൻ പോയി കഴിഞ്ഞപ്പോൾ അവളുടെ ഉടമ്പടി എടുത്തപ്പോൾ അവൾക്ക് കിട്ടിയ ഉടമ്പടി തൈലം എനിക്ക് കുരിശടിച്ച് തന്നു. അങ്ങനെയാണ് ഞങ്ങൾ എക്സാമിന് പോയത്. എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ 2 പേരും ഫുൾ മൊഡ്യൂൾ പാസ്സായി. അത് കഴിഞ്ഞതിന് മാർച്ച് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഞാൻ B2 എക്സാം എഴുതാൻ വേണ്ടി ഞാൻ ഡൽഹിയിൽ 3 മൊഡ്യൂൾ എഴുതാൻ വേണ്ടി പോയി. ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ എക്സാം എഴുതിയത് ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തപ്പോൾ ഞാൻ നിയോഗം വെച്ചത് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് B2 എക്സാം പാസ്സാവണമെന്നായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഡൽഹിയിൽ എഴുതിയ 3 മൊഡ്യൂൾ പാസ്സായി. പിന്നെ ഞാൻ പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടി കൊടുത്തത് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാദറിന് തന്നെയായിരുന്നു. അപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിൽ സീറ്റ്സ് കുറവായിരുന്നു. അപ്പോൾ എനിക്ക് സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് കിട്ടിയില്ല. അപ്പോൾ അടുത്ത ഇയറിൽ ഏപ്രിൽ ഇൻടേക്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ സെപ്റ്റംബറിലോട്ട് ഓൾറെഡി എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ മാത്രം എടുത്തില്ല. അപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് സങ്കടമൊക്കെ ആയി. പക്ഷേ എന്നാലും പിന്നെ കുഴപ്പമില്ലാണ്ടായി. അങ്ങനെ ഡൽഹിയിലെ പരീക്ഷ കഴിഞ്ഞ് 3 മൊഡ്യൂൾ പാസ്സായി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാദർ വിളിച്ചു വന്നിട്ട് പറഞ്ഞു, സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് 2 സീറ്റ്സ് ഉണ്ട്, ആഷ്ന വരാൻ റെഡി ആണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത വർഷം ഏപ്രിലിൽ പോകാനിരുന്ന എനിക്ക് ഈ സെപ്റ്റംബർ ഇൻടേക്കിൽ പോകാനായിട്ടുള്ളൊരു അവസരം എനിക്ക് മാതാവ് തന്നു. പിന്നെ ആ ഫാദർ വിളിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുക, എന്നിട്ട് മെയിൽ അയച്ച് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഒരു ശനിയാഴ്ചയാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ പിറ്റത്തെ ദിവസം ഞായറാഴ്ച ശനിയാഴ്ച അന്ന് സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ എടുക്കണം. നേരത്തെ എൻ്റെ +2 സർട്ടിഫിക്കറ്റ് കാണില്ല. അങ്ങനെ കുറേ വീട്ടിലൊക്കെ തപ്പിയിട്ടും കിട്ടിയില്ല, അത് മിസ്സായി. അത് കഴിഞ്ഞിട്ട് അത് ശനിയാഴ്ച ആയിരുന്നു. പിന്നെ ഞായറാഴ്ച എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയുടെയും കൂടെ ഞാൻ ഇവിടെ വന്നു. ഞായറാഴ്ച ധ്യാനം കൂടി പ്രാർത്ഥിച്ചു. പക്ഷേ എന്നാലും എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. പക്ഷേ അത് ശരിക്കും ഒരു മാതാവിൻ്റെ ഒരു തീരുമാനം തന്നെയായിരുന്നു. കാരണം എൻ്റെ സർട്ടിഫിക്കറ്റ് പോയി. അപ്പം എനിക്ക് അച്ഛൻ പറഞ്ഞു, പെട്ടെന്ന് അത് എവിടെന്നെങ്കിലും ഒരു പ്രിൻ്റ് ആയാലും ഒപ്പിക്ക്, എന്നിട്ട് വിസയ്ക്ക് വെക്കണ നേരെ ഉമ്മയ്ക്ക് ഒറിജിനൽ കിട്ടിയാൽ മതി, വേഗം അന്വേഷിച്ച് കണ്ടുപിടിക്കുക, എന്തായാലും വേണം, ഇതില്ലാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കളർ പ്രിൻ്റൊക്കെ അവിടെ ഒരു സാറ് വഴി ഓൺലൈൻ വഴി കിട്ടി. അതങ്ങനെ കളർ പ്രിൻ്റ് സ്കാൻ ചെയ്ത് അങ്ങനെ അത് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു. അങ്ങനെ ഇൻ്റർവ്യൂവിന് എനിക്ക് ഡേറ്റ് കിട്ടി. ഇൻ്റർവ്യൂവിന് എനിക്ക് എനിക്ക് എന്നെ ഈ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് വിളിച്ചതും വൈകി ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇൻ്റർവ്യൂ എങ്ങനെയാണ് അതിനൊന്നും അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജിലാണ് ഇൻ്റർവ്യൂ. അപ്പോൾ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യനിലൊക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യണം, അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് വെള്ളിയാഴ്ച മെയിൽ വന്നിട്ട് പറഞ്ഞു, തിങ്കളാഴ്ചയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഈ ശനി ഞായറുകൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സൊക്കെ വഴി ഇങ്ങനെ പ്രിപ്പറേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തവരുടെ ഒക്കെ കോൾ ചെയ്ത് അങ്ങനെ
കുറേ അവർ വഴി പഠിച്ചു. അങ്ങനെ ഞാൻ ശനി നേരെ 2 ദിവസം കൊണ്ട് ഇൻ്റർവ്യൂ ഒക്കെ പ്രിപ്പയർ ചെയ്ത് തിങ്കളാഴ്ച ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ഉടമ്പടി കാശുരൂപം എണ്ണയും ഉപ്പൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. എനിക്ക് നല്ലോണം ചെയ്യാൻ പറ്റി. ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി. പിന്നെ എൻ്റെ കൂടെ ഒരാളെയും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ സർട്ടിഫിക്കറ്റ് കറക്റ്റ് സമയത്ത് വെച്ചതുകൊണ്ട് കറക്റ്റ് സമയത്ത് തന്നെ നേരത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. പക്ഷേ ആൾക്ക് നേരത്തെയൊക്കെ ആയതുകൊണ്ട് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല. ആൾ ഇൻ്റർവ്യൂ ഫെയിലായി. ആ സർട്ടിഫിക്കറ്റ് മാതാവ് അത് മിസ്സാക്കിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാവാൻ പറ്റിയത്. പിന്നെ സർട്ടിഫിക്കറ്റ് മിസ്സായെങ്കിലും എനിക്ക് ഒരാഴ്ചയും കൊണ്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ എക്സാമിന് വീണ്ടും ഡേറ്റ്സ് എടുത്തു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ കുറച്ച് കുഴപ്പി. അത് കാരണമാണ് ഞാൻ ബാംഗ്ലൂർ എക്സാം ഫെയിലായെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പിന്നെ ഞാൻ വീണ്ടും ഉടമ്പടി വന്ന് പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ കൊൽക്കട്ടയിൽ വീണ്ടും ബാക്കിയുള്ള ഒരു മൊഡ്യൂൾ എക്സാം എഴുതാൻ വേണ്ടി ഞാൻ ഡേറ്റ് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ കൊൽക്കട്ടയിൽ പോയി എക്സാം എഴുതി. ഞാൻ അത് പാസ്സായി. അത് കഴിഞ്ഞിട്ട് വിസയ്ക്ക് വെക്കേണ്ട സമയമായി. അപ്പം ഞാൻ ഞാൻ എല്ലായിടത്തും എവിടെയൊക്കെ ഇതൊക്കെ പറയാൻ അവസരം കിട്ടണം അവിടെയൊക്കെ ഞാൻ പറയും എനിക്ക് മാതാവ് കാരണം മാത്രമാണ് എനിക്ക് എക്സാം പാസ്സാവാൻ പറ്റിയത്. പിന്നെ സർട്ടിഫിക്കറ്റ് മാതാവ് മിസ്സാക്കിയോണ്ട് മാത്രമാണ് എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാവാൻ പറ്റിയത്. അടുത്ത കൊല്ലം ഏപ്രിലേക്ക് പോകാനിരുന്ന തന്നെ ഈ വർഷം സെപ്റ്റംബറിലേക്ക് ആക്കിയതും മാതാവ് കാരണമാണ്. എവിടെയൊക്കെ പറയാൻ വെച്ചാൽ അവിടെയൊക്കെ ഞാൻ പറയാറുണ്ട്. പിന്നെ വിസയ്ക്ക് വയ്ക്കാൻ ടൈമായപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് വെച്ച് ഒരിക്കലും വിസ കിട്ടില്ല എന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ വിസയ്ക്ക് വെക്കാൻ വേണ്ടി VFSൽ പോയപ്പോഴും അവിടെ ഉള്ളവർ എൻ്റെ അടുത്ത് ചോദിച്ചു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് മിസ്സായി എന്ന് പറഞ്ഞു. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വെച്ചാൽ വരുമോയെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ VFS കൊണ്ട് വിസയ്ക്ക് വെച്ചു. എല്ലാവരും ഫസ്റ്റ് ഒരു റിജക്ഷനാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് കറക്റ്റ് 16ാമത്തെ ദിവസം എനിക്ക് വിസ കിട്ടി. പിന്നെ എൻ്റെ അമ്മ 5-6 വർഷങ്ങളായിട്ട് അബ്രോഡാണ്. ഞാൻ സെപ്റ്റംബർ പോണ സമയത്തേക്കും വരാൻ വേണ്ടി അമ്മയ്ക്ക് പറ്റില്ലായിരുന്നു. കാരണം കഴിഞ്ഞ മാസം ഈ സമയം വരെ അമ്മയ്ക്ക് വിസ എക്സ്പയർ ആയിട്ടിരിക്കുകയായിരുന്നു. വിസ റിന്യൂ ചെയ്യണമെങ്കിൽ കുറേ സമയം എടുക്കും. വെച്ചിട്ടും കുറേ നാളായി. പക്ഷേ എന്ത് ചെയ്താൽ അപ്രൂവലായി വരണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാനിങ്ങനെ അമ്മയ്ക്ക് വിസ വേഗം വരണം എന്ന് പറഞ്ഞാൽ ഞാൻ നിയോഗം വെച്ചത്. പിന്നെ ഞാൻ ഉടമ്പടി ഫസ്റ്റ് ട്രിപ്പ് പുതുക്കി പോയി കഴിഞ്ഞപ്പോൾ ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രെയറിൽ ഒരു ദിവസം പറഞ്ഞായിരുന്നു വിസയുടെ തടസ്സങ്ങൾ മൂലം വിഷമിക്കണവർക്കൊക്കെ 8 ദിവസത്തിനുള്ളിൽ വിസ അപ്രൂവായി വരുമെന്ന്. അങ്ങനെ ഈ ഡെയിലി ബ്രെഡ് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അമ്മയ്ക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് അപ്രൂവായെന്നും പറഞ്ഞിട്ട് മെയിൽ വന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വിസ കയ്യിൽ വന്നു. അത് കഴിഞ്ഞ് ശരിക്കും അമ്മയ്ക്ക് നാട്ടിൽ വന്ന് തിരിച്ച് പോകണമെങ്കിൽ റീ എൻട്രി വെക്കണമെങ്കിൽ മിനിമം 2 ആഴ്ചയെങ്കിലും വേണം. ഈ ഒരു ഗ്യാപ്പും കൊണ്ട് എന്തായാലും റീ എൻട്രി അടിച്ച് കിട്ടില്ല, പിന്നെ എന്തായാലും നാട്ടിൽ വരാൻ പറ്റില്ല എന്ന് വിചാരിച്ച. പക്ഷേ 2 ആഴ്ച കൊണ്ട് കിട്ടേണ്ട റീ എൻട്രി 2 ദിവസം കൊണ്ട് കിട്ടി. കഴിഞ്ഞ 16-ാം തീയതി അമ്മ നാട്ടിൽ വന്നു. ഇതെല്ലാം എനിക്ക് കിട്ടിയത് പരിശുദ്ധ അമ്മയും ഈശോയും വഴി മാത്രമാണ്. പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാൻ പോയി. പിന്നെ അവിടുത്തെ സ്റ്റുഡൻസിനും ഞാൻ ഓൺലൈനായിട്ട് പേയ്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് എനിക്ക് പറ്റുന്ന പോലെ ഓൺലൈൻ ക്ലാസ് എടുത്ത് കൊടുത്തു. പിന്നെ റോട്ടിലിരിക്കണ അമ്മച്ചമാർക്കൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സഹായിച്ചു. പിന്നെ ആദ്യം ഞാൻ ഉടമ്പടി ഇങ്ങനെ എടുത്തപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിച്ചല്ല ഞാൻ എടുത്തത്. അവർക്കൊക്കെ അനുഗ്രഹം കിട്ടി. ഇതെന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ എടുത്തത്. പക്ഷേ എടുത്ത് കഴിഞ്ഞപ്പോൾ ഓരോ അനുഭവങ്ങളിലൂടെയാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊന്നുമല്ല, എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്നൊക്കെ. പിന്നെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മാതാവിനോട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. പിന്നെ ഇതെങ്ങനെയാണ്, എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ എനിക്ക് മനസ്സിലായത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴാണ്. പിന്നെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി. പിന്നെ ആദ്യമൊക്കെ കുർബാനയ്ക്ക് നിൽക്കുക എന്തോ ഒരു
ഇങ്ങനെ എന്തോ പരിപാടിക്ക് വന്നിക്കണ പോലെ വന്ന് നിൽക്കുക പോവുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുർബാന ശരിക്കും അതിൽ പങ്കെടുത്ത് തുടങ്ങിയത് ഉടമ്പടി എടുത്ത ശേഷമാണ്. എന്താണെന്നൊക്കെ മനസ്സിലായത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ കൃപാസന പത്രങ്ങളൊക്കെ ഞാൻ ബസ് സ്റ്റാൻഡിലും വീടുകളിലൊക്കെ കൊണ്ട് കൊടുത്തു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. 71 സങ്കീർത്തനം 14 തിരുവചനം. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, അങ്ങേ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. ആഷ്ന ഉടമ്പടിയിൽ ഉറച്ചു നിന്ന ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. ഒരു കൂട്ടുകാരി വഴിയായിട്ടാണ്. കൂട്ടുകാരി പറഞ്ഞത് മോൾ ഉടമ്പടി എടുക്ക് എന്ന് പറഞ്ഞപ്പോൾ അത് മാതാവ് പറയുന്ന പോലെ തന്നെയാണ് ആഷ്നയ്ക്ക് തോന്നിയത്. മറ്റു പലരിലൂടെയും ഒരു പക്ഷേ പത്രത്തിലൂടെയാവാം, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് തൈലം പൂശി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാകാം പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും മാധ്യസ്ഥവും നമ്മെ തേടി വരുന്നത്. പരിശുദ്ധ അമ്മയാണ് നമ്മോട് പറയുന്നത് നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക. നമ്മൾ ഉടമ്പടി എടുക്കുന്നത് പരിശുദ്ധ അമ്മയോടല്ല, ഈശോയോടാണ് നാം ഉടമ്പടി ചെയ്യുന്നത്. ഒരു അഭേദ്യമായ ബന്ധത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ ആഷ്ന പറയുന്നത് പോലെ ഞാൻ എൻ്റെ കുർബാനയുടെ സ്റ്റൈൽ മാറി. ഞാൻ അല്ലെങ്കിൽ ഒരു കാഴ്ചക്കാരിയെ പോലെ കുർബാനയിൽ പങ്കുകൊള്ളുകയായിരുന്നു. ഇന്നതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായൊരു ജീവിത രീതിയിലേക്ക് ആഷ്ന കടന്നു വന്നു. ഇനി എവിടെ പോയാലും ആരെ കണ്ടാലും പരിശുദ്ധ അമ്മയെയും ഈശോയും കുറിച്ച് സംസാരിക്കുവാനുള്ള ഒരു സംസാര രീതി ഈ മകൾ ആർജിച്ചെടുത്തിരിക്കുകയാണ്. +2 സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടപ്പോഴുണ്ടായ ഒരു ടെൻഷൻ പോലെ മറ്റെല്ലാ പരീക്ഷകളും ജയിച്ചു വന്നു, ഞാൻ ഉടമ്പടിയിൽ നന്നായി നീങ്ങുന്നു എന്നുള്ള ഒരവസ്ഥയിൽ അബ്രാഹത്തെ ടെസ്റ്റ് ചെയ്ത പോലെയാണ് പലപ്പോഴും ഉടമ്പടിയിലുള്ളവർക്ക്. നല്ല രീതിയിൽ ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ വിശ്വസ്തതയെ മാറ്റുരച്ച് നോക്കുന്ന ഒരു ടെസ്റ്റ്. ഒരു പക്ഷേ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് നഷ്ടപ്പെട്ടെങ്കിൽ പരിശുദ്ധ അമ്മയെയും ഈശോയെയും നാം ഉപേക്ഷിക്കുമോ എന്നുള്ള ഒരു ടെസ്റ്റാണ്. അബ്രാഹത്തിന് ഇസ്ഹാക്കിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ ഈശോയുടെ ദൈവത്തോടുള്ള കോൺസെൻട്രേഷൻ അല്പം കുറഞ്ഞു പോയോ എന്ന് ദൈവം അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്തതാണ്. നിൻ്റെ മകനെ എനിക്ക് ബലി ചെയ്തു തരൂ എന്നുള്ള ഒരു ആശയം ദൈവം പറയുന്നത്. പക്ഷേ ആ ബലി ചെയ്യാനായിട്ട് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമുക്കുള്ളൊരു ടെസ്റ്റിംഗ് പോയിൻ്റാണ്. ഓരോ ടെസ്റ്റിംഗ് പോയിന്റിൽ നമ്മൾ വിജയിക്കുമോ എന്നുള്ളതാണ്. വിശ്വസ്തതയെ മാറ്റുരച്ച് നോക്കുന്ന സമയങ്ങൾ കൂടിയാണ് ഉടമ്പടി സമയം എന്ന് പറയുന്നത്. ആഷ്ന അതിൽ നിന്നെല്ലാം വിജയിച്ച് പരിശുദ്ധ അമ്മയോടും ഈശോയോടും വളരെ സ്നേഹത്തിലായി ആ ഉടമ്പടിയെ വീണ്ടും ജീവിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോഴും വീണ്ടും ഉടമ്പടി പുതുക്കി സാക്ഷ്യം പറഞ്ഞ് ഈ മകൾ ഏപ്രിൽ 26 പോകേണ്ട 2026 ഏപ്രിലാണ് പോകേണ്ടത്. പക്ഷേ സെപ്റ്റംബറിൽ തന്നെ ഈ മകൾക്ക് വിസ നൽകി. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്നാണ് ഒരു എയർലിഫ്റ്റിൽ ഈ മകളെ പൊക്കിയെടുത്ത് കാര്യസാധ്യത ചെയ്തുകൊണ്ട് ഈ മകളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സങ്കടപ്പെടുന്നവർക്കെല്ലാം ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ അച്ഛൻ ഒരു ഡേറ്റ് നമുക്ക് തരും, അല്ലെങ്കിൽ ഇത്ര ദിവസം എന്ന് ജോസഫ് അച്ഛൻ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഡെയിലി ബ്രെഡ് കൃത്യമായി പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം വലിയൊരു ആശ്വാസ തൈലമാണ്. ദിവസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്കുള്ള വാഗ്ദാനങ്ങൾ അച്ഛനിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്കത് ഹൃദയത്തിൽ ഏറ്റെടുക്കാം. പരിശുദ്ധ അമ്മയിലൂടെ ഈശോ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കട്ടെ. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, പഠിക്കുന്ന മക്കളെയും, വിസ തടസ്സമുള്ള എല്ലാ മക്കളെയും, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഈ നിയോഗത്തോട് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടി നൽകി ആഷ്നയുടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.